നമസ്കാരം പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നമ്മുടെ പുതിയൊരു അധ്യായത്തിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. എല്ലാവരും സുഖമായിരിക്കുന്നെന്ന് കരുതുന്നു. നാം ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും സങ്കീർണവും എന്നാൽ ഏറ്റവും പ്രധാനപ്പെട്ടതുമായ ഒരു വിഷയത്തെക്കുറിച്ചാണ്. അതായത് നാം പുറത്തുള്ള ശത്രുക്കളെ ഭയപ്പെടുന്നു. അവരെ നേരിടാൻ നാം പല കാര്യങ്ങളും ചെയ്യുന്നു. അതിനായി നാം തയ്യാറെടുക്കുന്നു. എന്നാൽ ഭഗവാൻ പറയുന്നു, ഏറ്റവും ആഴത്തിലുള്ള വഞ്ചന പുറത്തുനിന്നല്ല, മറിച്ച് നിങ്ങളുടെ സ്വന്തം വീടിൻ്റെ പടിവാതിക്കൽ നിന്നാണ്. അതായത് പുറത്തുള്ള ശത്രുവിൻ്റെ ഉദ്ദേശം ഒരു തുറന്ന പുസ്തകം പോലെ നമുക്ക് വായിച്ചെടുക്കാം. എന്നാൽ വീടിനുള്ളിലെ ശത്രുവാവട്ടെ നിഷ്കളങ്കമായ മുഖം ധരിച്ച് നമ്മോട് ചിരിച്ച് സംസാരിച്ച് ഒരേ മേശയിലിരുന്ന് ഭക്ഷണം പങ്കിട്ട് നമ്മുടെ വേരുകളെ പതിയെ പതിയെ ദ്രവിപ്പിക്കുന്നു. അവരുടെ മനസ്സിൽ വിഷപ്പാമ്പാണുള്ളത്. വീട്ടിലെ ശത്രു എന്നത് സാവധാനം ശരീരം മുഴുവൻ നശിപ്പിക്കുന്ന ഒരു രോഗം പോലെയാണ്. നാം അത് തിരിച്ചറിയുമ്പോഴേക്കും സമയം ഒരുപാട് വൈകിപ്പോയിരിക്കും. ഈ ശത്രു ചിലപ്പോൾ നിങ്ങളുടെ അടുത്ത ബന്ധുവാവാം, സുഹൃത്താവാം, സഹോദരങ്ങളാകാം, അല്ലെങ്കിൽ മാതാപിതാക്കൾ പോലുമാകാം. അവർ നിങ്ങളുടെ ദുർബലങ്ങളെ ആയുധമാക്കുന്നു, നിങ്ങളുടെ മൗനത്തെ ഭയമായി കാണുന്നു. പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്കറിയാമോ, നിങ്ങളുടെ മനസ്സിൻ്റെ നന്മയും നിങ്ങളുടെ കർമ്മഫലവും നിങ്ങളുടെ പ്രാർത്ഥനകളും വഴിപാടുകളും എല്ലാം ആത്മാർത്ഥമായതുകൊണ്ട് തന്നെയാണ് ഭഗവാൻ ഇത്തരത്തിലുള്ള സൂചനകൾ നിങ്ങൾക്ക് നൽകുന്നത്. ഇത്തരം ആളുകളുടെ പ്രവൃത്തി കൊണ്ട് ജീവിതവും ജീവനും നഷ്ടപ്പെട്ട എത്ര ആളുകൾ നമുക്കിടയിലുണ്ടെന്ന് അറിയാമോ? ഇത്തരം സൂചനകളെ അവഗണിക്കുകയും ഇങ്ങനെയുള്ള ആളുകൾക്കിടയിൽ ജീവിതം മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്യുന്നത് നരകതുല്യമായ ഒരു കാലഘട്ടത്തിലേക്കാണ് നിങ്ങൾ പോകുന്നത്. ജീവഹാനി വരെ സംഭവിച്ചേക്കാം. അതുകൊണ്ടാണ് സ്വന്തം ജീവിതവും ജീവനും ഭീഷണിയാവുന്ന ആളുകളെ തിരിച്ചറിയണമെന്ന് പ്രപഞ്ചം പറയുന്നത്. പ്രപഞ്ചം നിങ്ങളുടെ മുന്നിലേക്കായി ഇത്തരം കാര്യങ്ങളൊരു മുന്നറിയിപ്പായി നൽകുന്നത്. നമ്മുടെ പ്രപഞ്ചം എല്ലാ അപകടങ്ങൾക്ക് മുൻപും നമുക്ക് സൂചനകൾ നൽകാറുണ്ട്. നാം അത് വേണ്ട രീതിയിൽ കാണുന്നില്ല എന്നതും അതിനെ വേണ്ട രീതിയിൽ ഗൗരവത്തിൽ എടുക്കുന്നില്ല എന്നതുമാണ് ദൗർഭാഗ്യകരമായ കാര്യം. നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന എല്ലാ കാര്യങ്ങൾക്കും ഈ പ്രപഞ്ചമായി ബന്ധമുണ്ട്. നാം ഈ പ്രപഞ്ചത്തിലേക്ക് അലിഞ്ഞു തേടേണ്ടവർ തന്നെയാണ്. അതുകൊണ്ട് ഈ പ്രപഞ്ചം നൽകുന്ന സൂചനകളെ, നിങ്ങൾ വിശ്വസിക്കുന്ന പ്രപഞ്ചശക്തിയിൽ നിന്നുണ്ടാകുന്ന സൂചനകളെ വേണ്ട രീതിയിൽ വിലയിരുത്തുക. നിങ്ങളുടെ ജീവിതവും ജീവനും നിങ്ങളുടെ കുടുംബവും സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്തം നിങ്ങൾക്ക് തന്നെയാണ്. താൻ പാതി ദൈവം പാതി എന്നാണ്. സ്നേഹം നിറഞ്ഞവരെ, നിങ്ങൾ ഇത്തരം സാഹചര്യങ്ങളിൽ വാളുകൾ കൊണ്ടല്ല, മറിച്ച് തന്ത്രജ്ഞതയും നയങ്ങളും കൊണ്ടാണ് വിജയിക്കേണ്ടത്. ഇന്ന് നമ്മൾ ഈ കാര്യങ്ങളെക്കുറിച്ച് വിശദമായി സംസാരിക്കുന്നു. നിങ്ങളുടെ ജീവിതത്തിലേക്ക് നിങ്ങൾക്കെതിരെ തിരിയുന്ന ആളുകളെ തിരിച്ചറിയാൻ സാധിച്ചാൽ നിങ്ങൾ അവർക്കെതിരെ വാളും പരിചയമായി നീങ്ങുകയല്ല വേണ്ടത്, മറിച്ച് അവരെ കായികമായി നേരിടുകയുമല്ല വേണ്ടത്. അവരെ നിങ്ങൾ പഠിക്കുക. അവരുടെ ഉദ്ദേശ ലക്ഷ്യം എന്താണെന്ന് നിങ്ങൾ രഹസ്യമായി വിലയിരുത്തുക. നിങ്ങളുടെ ജീവിതത്തിലെ പോരാട്ടങ്ങൾ തുടരുക. ജീവിതം ഉയർച്ചയിലെത്തിക്കേണ്ടത് നിങ്ങളുടെ ഉത്തരവാദിത്തമാണ്. നിങ്ങളുടെ ജീവിതം തകർക്കാൻ അകത്തും പുറത്തും ആളുണ്ടെന്ന് ഉള്ള തിരിച്ചറിവ് തന്നെ നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ വിജയമാണ്. പുറത്തുള്ള ശത്രുവിനേക്കാൾ ഭയക്കേണ്ടത് അകമേയുള്ള ശത്രുവിനെയാണ്. അതുകൊണ്ട് തന്നെയാണ് ഇത്തരം സൂചനകൾ നിങ്ങളിലേക്ക് എത്തുന്നത്. നിങ്ങളിൽ ആരോ ഒരു ശത്രു നിങ്ങളുടെ ഭവനത്തിൽ നിങ്ങൾക്കൊപ്പം നിങ്ങളുടെ തോളോട് തോൾ ചേർന്ന് നിന്നുകൊണ്ട് നിങ്ങളെ വഞ്ചിക്കാൻ പോകുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ സന്ദേശം നിങ്ങളിലെത്തിയത്. അയാളെ തിരിച്ചറിയുക. അതൊരു പക്ഷേ നിങ്ങളുടെ ഏത് മേഖലയിലായിക്കോട്ടെ, ആ മേഖലയിൽ നിങ്ങളെ തകർത്ത് തരിപ്പണമാക്കാനുള്ള ഒരു പ്ലാനിങ് കൃത്യമായി അവിടെ നടക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇത് കേൾക്കുവാനുള്ള മനസ്സും നിങ്ങൾക്കുണ്ടായത്. ഇതെല്ലാം ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് തന്നെയാണ്, നിങ്ങളുടെ പ്രാർത്ഥനകളുടെ ശക്തി തന്നെയാണ്. നിങ്ങൾ മനസ്സിലാക്കുക, വീട്ടിലെ ശത്രു ആദ്യം ആക്രമിക്കുന്നത് നിങ്ങളുടെ വികാരങ്ങളെയാണ്. നിങ്ങൾക്ക് അവരോട് നോ എന്ന് പറയാൻ കഴിയില്ലെന്നും അവരെ തിരുത്താൻ കഴിയില്ലെന്നും അവർക്കറിയാം. അവർ നിങ്ങളുടെ ആത്മവിശ്വാസത്തെയും സ്വപ്നങ്ങളെയും വീണ്ടും വീണ്ടും പ്രഹരിക്കും. നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നിങ്ങളുടെ വികാരങ്ങൾ സ്ഥിരമാണെങ്കിൽ ഈ ലോകത്ത് ഒരു ശക്തിക്കും നിങ്ങളെ ഇളക്കുവാൻ കഴിയില്ല. അവർ നിങ്ങളെ പരിഹസിക്കുമ്പോൾ അത് നിങ്ങളുടെ ഇന്ധനമാകുക. നിങ്ങളെക്കൊണ്ട് ഒന്നിനും കഴിയില്ല എന്ന് അവർ പറയുമ്പോൾ ആ വാക്കുകളെ ഒരു വെല്ലുവിളിയായി സ്വീകരിക്കുക. നിങ്ങൾക്ക് എന്തു ചെയ്യാൻ കഴിയുമെന്ന് തെളിയിക്കുക. അവരുടെ പ്രഹരങ്ങൾ നിങ്ങളെ ദുർബലമാക്കുകയല്ല, മറിച്ച് ഉരുക്കുപോലെ ശക്തമാക്കുകയാണ് വേണ്ടത്. ഇത്തരം തിരിച്ചറിവുകൾ ഇല്ലാത്തതുകൊണ്ടാണ് പല ആളുകൾക്കും ബുദ്ധിമുട്ടുകൾ നേരിടേണ്ടി വരുന്നത്. ഇത്തരം സൂചനകളെ വിലയിരുത്തി ഇത്തരം ആളുകളെ നിങ്ങൾ ആശയം കൊണ്ട് തന്നെ നേരിടണം. നിങ്ങളുടെ മനസ്സിന് ശക്തി പകരുന്ന കാര്യങ്ങൾ ചെയ്യണം. നിങ്ങൾക്ക് സാധ്യമാകുന്ന സമയങ്ങളെല്ലാം നിങ്ങൾ വിശ്വസിക്കുന്ന ആ പ്രപഞ്ചശക്തിയെ മനസ്സിൽ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കണം. അല്ലായെങ്കിൽ ഒരുപക്ഷെ നിങ്ങളുടെ ജീവിതം തന്നെ നഷ്ടപ്പെട്ടു പോയേക്കാം. അത്രയേറെ മനസ്സിൽ വിഷം കൊണ്ട് നടക്കുന്ന ആളുകൾ തന്നെയാണ് വീടിനകത്തുള്ള ശത്രു. കാരണം നിങ്ങളുടെ ഉയർച്ചയിലും വളർച്ചയിലും നേട്ടങ്ങളുടെ കാര്യത്തിലും എല്ലാം ഇവർക്ക് കടുത്ത അസൂയയും നിങ്ങളോട് വെറുപ്പും വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. അതായത് ചുരുക്കി പറഞ്ഞാൽ ദിനം പ്രതി നിങ്ങളോടുള്ള വെറുപ്പും അസൂയയും ഇവർക്ക് വർദ്ധിച്ചു വരികയാണ്. നിങ്ങളുടെ ഭവനങ്ങളിൽ തീർച്ചയായും എപ്പോഴും ചില ആളുകൾ
നിഷ്പക്ഷമായിരിക്കും അവരെ നിങ്ങളുടെ പക്ഷത്തേക്ക് കൊണ്ടുവരിക. പക്ഷേ അത് പ്രചരണത്തിലൂടെയോ നിർബന്ധത്തിലൂടെയോ ആകരുത്. നിങ്ങളുടെ സത്യസന്ധതയും സ്വഭാവവും കണ്ട് അവരെ സ്വാധീനിക്കുക. ശത്രു നിങ്ങളെ നിരന്തരം താഴ്ത്തിക്കെട്ടുമ്പോൾ നിങ്ങളുടെ പ്രവൃത്തികൾ നീതിയുക്തമാണെന്ന് മറ്റുള്ളവർ കാണുമ്പോൾ അവർ സ്വയം നിങ്ങളുടെ പക്ഷം ചേരും. ഇതൊരു നിശബ്ദ വിജയം തന്നെയാണ്. ഇത്തരത്തിലാണ് പ്രപഞ്ചം നിങ്ങളോട് പറയുന്നത്. അല്ലാതെ നിങ്ങളുടെ ശത്രുവിനെ നിങ്ങൾ കായികമായി നേരിടുകയാണെങ്കിൽ പ്രപഞ്ചശക്തി നിങ്ങൾക്കൊപ്പം നിലകൊള്ളുകയില്ല. പ്രപഞ്ചമെന്നും സത്യത്തിനൊപ്പമായിരിക്കും. നിങ്ങളുടെ ശത്രു എത്ര വലിയ ശക്തനായിരുന്നാലും എത്ര വലിയ സമ്പന്നനായിരുന്നാലും അവരുടെ ഭാഗത്ത് നിന്ന് ഒരു ദിവസം ഒരു തെറ്റ് സംഭവിക്കും. ആ നിമിഷത്തിനായി കാത്തിരിക്കണം. അവർ തൻ്റെ തന്ത്രങ്ങൾ വിജയിക്കുന്നുവെന്ന് കരുതി അഹങ്കരിക്കട്ടെ. അഹങ്കാരത്തിനാണ് മനുഷ്യൻ ഏറ്റവും വലിയ തെറ്റുകൾ വരുത്തുന്നത്. അവൻ്റെ കള്ള പ്രതിച്ഛായയിലെ വിള്ളലുകൾ ലോകം കാണുന്ന ഒരു ദിവസം വരും. ഒരൊറ്റ നീക്കത്തിലൂടെ അവൻ്റെ എല്ലാ തന്ത്രങ്ങളും പരാജയപ്പെടുന്ന അവസരം വരും. അതിനായി അങ്ങേയറ്റം ക്ഷമയോടെ കാത്തിരിക്കുക. അല്ലാതെ നിങ്ങൾ എല്ലാത്തിനും ധൃതി പിടിച്ച് നിങ്ങളുടെ ജീവിതം തന്നെ വഴിയാധാരമാവുന്ന അവസ്ഥയിലേക്ക് പോവരുത്. കാരണം അവർ അങ്ങേയറ്റം വിഷം നിറഞ്ഞ ആളുകളാണ്. അവർക്കൊപ്പം ധാരാളം അത്തരം ആളുകളെ അവർ ചേർത്തു നിർത്തിയിട്ടുണ്ടാകും. ഇതെല്ലാം മനസ്സിലാക്കാനാണ് പ്രപഞ്ചം നിങ്ങൾക്ക് ഇത്തരം സൂചനകൾ നൽകുന്നത്. നിങ്ങൾക്കിത്തരം നീചമായ പ്രവൃത്തികൾ ചെയ്യുന്ന മനുഷ്യരുടെ ഇടയിൽ നിന്നും ദുഷ്ടശക്തികളുടെ ഇടയിൽ നിന്നും മോചനം ലഭിക്കുന്നതിനായി നിങ്ങൾക്ക് ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തി മൃത്യുഞ്ജയ ഹോമവും ജലധാര പോലുള്ള വഴിപാടുകൾ ചെയ്യുക. അതോടൊപ്പം തന്നെ നിങ്ങൾ ദേവീക്ഷേത്രത്തിൽ ദർശനം നടത്തി രക്തപുഷ്പാഞ്ജലികൾ ചെയ്യുക. അതോടൊപ്പം നിങ്ങൾ മറിനീക്കുന്നതിനായി തേങ്ങ ഉടക്കൽ പോലുള്ള വഴിപാടുകളും ചെയ്യുക. നിങ്ങളുടെ ജീവിതത്തെ ബാധിച്ചിരിക്കുന്ന എല്ലാ തടസ്സങ്ങളും ഇല്ലാതാക്കുവാൻ അത് സഹായിക്കും. ഗണപതി ക്ഷേത്രത്തിൽ പോയി തേങ്ങ ഉടക്കുന്നത് നിങ്ങൾക്ക് മുന്നിൽ വരുന്ന വിഘ്നങ്ങളെ ഇല്ലാതാക്കുവാൻ സഹായിക്കും. ഇത്തരം കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചാൽ തന്നെ നിങ്ങൾ ഒരാഴ്ചയിൽ ഒരു തവണയെങ്കിലും ഇത്തരം കാര്യങ്ങൾ ചെയ്തിരിക്കണം. അതോടൊപ്പം തന്നെ മറന്നുപോകാൻ പാടില്ലാത്ത ഒരു കാര്യമാണ് നിങ്ങളുടെ കുലദേവതയുടെ കാര്യം. നിങ്ങൾ കുടുംബക്ഷേത്രത്തിൽ ദർശനം നടത്തുക. കാരണം നിങ്ങളുടെ പ്രയാസങ്ങളും നിങ്ങൾ അനുഭവിക്കുന്ന പ്രതിസന്ധികളെക്കുറിച്ചും കൃത്യമായി അറിയാൻ സാധിക്കുന്ന ദേവത നിങ്ങളുടെ കുടുംബദേവത തന്നെയാണ്. അവിടെ ചെന്ന് വഴിപാടുകൾ ചെയ്ത് പ്രാർത്ഥിക്കുക. മാസത്തിൽ ഒരു തവണയെങ്കിലും നമ്മുടെ കുടുംബക്ഷേത്രത്തിൽ ദർശനം നടത്തുക. അവിടെ ദോഷങ്ങളുണ്ടെങ്കിൽ അതിനു വേണ്ട പരിഹാര മാർഗ്ഗങ്ങൾ സ്വീകരിച്ച് അത് ഇല്ലാതാക്കുക. കാരണം ഇത്തരം ദുഷ്ടശക്തികളുടെ ഇടയിൽ അത്തരം ദോഷങ്ങളും കൂടി നമ്മെ ബാധിച്ചാൽ അത് ജീവിതത്തിൽ വലിയ പ്രതിസന്ധികൾ സൃഷ്ടിക്കും. അതുകൊണ്ടാണ് ഇത്തരം മുന്നറിയിപ്പുകൾ നിങ്ങൾക്ക് മുന്നിലേക്ക് വരുന്നത്. ഈ മുന്നറിയിപ്പിനെ വിലയിരുത്തി നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളെല്ലാം നിങ്ങൾ ചെയ്യുക. കാരണം നിങ്ങളുടെ ജീവിതം സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്തം നിങ്ങൾക്ക് തന്നെയാണ്. മറ്റുള്ളവരെല്ലാം നിങ്ങളുടെ ജീവിതത്തിലെ തകർച്ചകൾ കണ്ട് ചിരിക്കുന്നവരാണ്. ചുരുക്കം ചില ആളുകൾ മാത്രമേ നിങ്ങളുടെ വേദനകളിൽ ആത്മാർത്ഥമായി പങ്കാളിയാവുകയുള്ളൂ. നിങ്ങൾക്കൊപ്പം നിലകൊള്ളുന്ന ആളുകൾ തന്നെയാണ് നിങ്ങളെ പിറകിൽ നിന്ന് കുത്തുന്നത്. അത് മനസ്സിലാക്കാതെ പോകുന്നതാണ് നിങ്ങളുടെ ഏറ്റവും വലിയ തെറ്റ്. ശത്രുവിനെ ഏറ്റവും കൂടുതൽ വേദനിപ്പിക്കുന്നത് നിങ്ങളുടെ അവഗണന തന്നെയാണ്. വാക്കുകൾ കൊണ്ടുള്ള തർക്കങ്ങൾ ഒഴിവാക്കി ജീവിതത്തിൽ നിന്ന് ആ വ്യക്തിയെ പതിയെ മാറ്റി നിർത്തുക. നിങ്ങളുടെ സന്തോഷത്തെയോ മുന്നോട്ടുള്ള പോക്കിനെയോ ബാധിക്കാൻ അവരെ അനുവദിക്കരുത്. അതോടൊപ്പം നിങ്ങൾ മനസ്സിലാക്കുക, പ്രപഞ്ചം നിങ്ങളോട് പറയുന്നത് നിങ്ങളെക്കുറിച്ച് നുണകൾ പ്രചരിപ്പിക്കുന്ന ശത്രുവിനെ നേരിടാൻ അതേ നുണകൾ പ്രയോഗിക്കരുത്. പകരം അവർ നിങ്ങളെ അഹങ്കാരി എന്ന് വിളിച്ചാൽ നിങ്ങൾ ലോകത്തിന് മുന്നിൽ അങ്ങേയറ്റം വിനയത്തോടെ പെരുമാറുക. അപ്പോൾ ആ വ്യക്തി ഒരു നുണയനാണെന്ന് ആളുകൾ സ്വയം ബോധ്യപ്പെടും. അത് യുദ്ധം ചെയ്യാതെ വിജയം നേടുന്ന ഒരു രീതി തന്നെയാണ്. അകമേയുള്ള ശത്രുവായാലും പുറമേയുള്ള ശത്രുവായാലും ആഗ്രഹിക്കുന്നത് നിങ്ങൾ തളരണം, തോൽവി സമ്മതിക്കണം എന്നാണ്. എന്നാൽ നിങ്ങൾ ചെയ്യേണ്ടത് നിശബ്ദമായി നിങ്ങളുടെ ജോലി തുടരുക, നിങ്ങളുടെ സാമ്രാജ്യം കെട്ടിപ്പടുക്കുക. നിങ്ങൾ വിജയത്തിൻ്റെ പടികൾ കയറുമ്പോൾ ശത്രുവിൻ്റെ ശബ്ദം താനെ ഇല്ലാതാകും. നിങ്ങളുടെ വിജയം തന്നെയാണ് അവർക്കുള്ള ഏറ്റവും വലിയ മറുപടി. അതുകൊണ്ട് നിങ്ങൾക്ക് വിജയിക്കാൻ കഴിയുന്ന എല്ലാ സാധ്യതകളിലും നിങ്ങൾ വിജയം കണ്ടെത്തുക. ഒപ്പം നിങ്ങൾക്കൊപ്പം ചേർന്ന് നിൽക്കുന്ന നിങ്ങളുടെ കുടുംബാംഗങ്ങളുടെ വിജയവും നിങ്ങൾ നേടിയെടുക്കുക. നിങ്ങളുടെ കുടുംബത്തിൻ്റെ വിജയം തന്നെയാണ് നിങ്ങളുടെ തകർച്ച ആഗ്രഹിക്കുന്ന ശത്രുവിനുള്ള ഏറ്റവും വലിയ തിരിച്ചടി. ഒരുപക്ഷെ കുടുംബത്തിൻ്റെ അകത്തു നിന്നുള്ള ശത്രുക്കൾ നമ്മെ പരമാവധി പുറകോട്ട് വലിക്കും. ഒരു തരത്തിലും നാം വിജയിക്കാത്ത വിധം നമ്മെ തളർത്തും. എന്നിരുന്നാലും ഇഴഞ്ഞുകൊണ്ടായിരുന്നാലും നാം പതുക്കെ വിജയത്തിൽ എത്തുക തന്നെ ചെയ്യണം. അതാണ് ജീവിതത്തിൽ നമുക്ക് ചെയ്യാൻ കഴിയുന്ന, നമ്മുടെ ജീവിതത്തോടും ഈ പ്രപഞ്ചത്തോടും കുടുംബത്തോടും ചെയ്യാൻ കഴിയുന്ന ഏറ്റവും വലിയ കാര്യം. അതുകൊണ്ട് തന്നെയാണ് ഈ പ്രപഞ്ചശക്തി നിങ്ങളോട് പറയുന്നത്, നിങ്ങൾ മറ്റൊരാളുടെ കണ്ണുനീരിന് കാരണമാവരുത്, മറ്റൊരാളുടെ ജീവിതം തകരുന്നത് കാണാൻ ആഗ്രഹിക്കരുത്. പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ നിങ്ങളുടെ പ്രാർത്ഥനകൾ മറ്റൊരാളുടെ ജീവിതം തകരുന്നതിനെക്കുറിച്ച് ചിന്തിക്കുക പോലും അരുത്. മറ്റൊരാളുടെ ജീവിതം തകരാൻ നിങ്ങൾ പ്രാർത്ഥിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ജീവിതത്തെ തന്നെ അത് നെഗറ്റീവായി ബാധിക്കും. കാരണം നിങ്ങൾ പ്രതീക്ഷിക്കുന്ന എല്ലാവരും നിങ്ങളുടെ ശത്രു ആവണമെന്നില്ല.
ഒരുപക്ഷെ നിങ്ങൾ തിരിച്ചറിയാത്ത നിങ്ങളുടെ പിറകിൽ ഒളിഞ്ഞിരിക്കുന്ന ശത്രുവിനെ നിങ്ങൾക്ക് മുഖവിലക്കെടുക്കാൻ സാധിച്ചെന്ന് വരില്ല. നിങ്ങൾ പ്രാർത്ഥിക്കുന്നത് നിങ്ങൾ പ്രതീക്ഷിക്കാത്ത, നിങ്ങൾക്കെതിരെ നിങ്ങളുടെ ജീവിതത്തെക്കുറിച്ച് ഒന്നും ചിന്തിക്കാത്ത ആളുകളെയായിരിക്കും. അതുകൊണ്ട് പ്രാർത്ഥനകളിൽ മറ്റൊരാളുടെ നാശത്തെക്കുറിച്ച് ഒരു കാരണവശാലും പ്രാർത്ഥിക്കരുത്. പ്രാർത്ഥനകളിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ ഉൾപ്പെടുത്തരുത്. അത് നിങ്ങളുടെ തകർച്ചയ്ക്ക് തന്നെ കാരണമാവും. നിങ്ങൾ ഈ ഒരു ഭഗവാന്റെ സന്ദേശം കേൾക്കുന്ന നിമിഷം മുതൽ നിങ്ങൾ ജാഗ്രത പാലിക്കേണ്ടതാണ്. അതായത് നിങ്ങളുടെ ശത്രുവിനെ തിരിച്ചറിയുകയും നിങ്ങൾ ചെയ്യേണ്ട മുൻകരുതലുകൾ എടുക്കുകയും ചെയ്യണം. കാരണം ജീവിതത്തിൽ വലിയ ദോഷങ്ങളും ദുരിതങ്ങളും കടന്നു വരാതിരിക്കാനാണ് ഭഗവാൻ ഇത്തരം സൂചന നൽകുന്നത്. അതുകൊണ്ട് ഈ നിമിഷം മുതൽ നിങ്ങൾ ജാഗ്രത പാലിക്കണം. ഭയം വേണ്ട, ജാഗ്രതയാണ് നിങ്ങൾക്ക് വേണ്ടത്. ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങളെക്കുറിച്ച് കൃത്യമായ കണക്കുകൂട്ടലുകൾ വേണം. ശത്രുക്കൾ നിങ്ങൾക്കൊപ്പം തന്നെയുണ്ട്. തക്കം പാർത്ത് നിങ്ങളെ ആക്രമിക്കാനെന്നുള്ള ബോധം നിങ്ങൾക്കുണ്ടാവണം. നിങ്ങൾ ചൊവ്വ വെള്ളി ദിവസങ്ങളിൽ ദേവീക്ഷേത്രത്തിൽ ദർശനം നടത്തി രക്തപുഷ്പാഞ്ജലിയും മറുനീക്കൽ പോലുള്ള വഴിപാടുകളും ചെയ്യുക. അല്ലെങ്കിൽ നിങ്ങളുടെ പോക്ക് വലിയ ദുരിതത്തിലേക്കായിരിക്കും. ഇതൊരു മുന്നറിയിപ്പാണ്. ഇതിനെ അവഗണിക്കരുത്. ഇത്തരം കാര്യങ്ങളെ ചെയ്ത് മുന്നോട്ട് പോയാൽ ഇത്തരം ശത്രുക്കളുടെ ആക്രമണങ്ങളിൽ നിന്നും അവർ ചെയ്യുന്ന ദോഷ കർമ്മങ്ങളിൽ നിന്നും നിങ്ങൾക്ക് മുക്തി നേടാൻ സാധിക്കും. ഏറ്റവും ഉചിതമായ കാര്യം അത്തരം ആളുകളെ തിരിച്ചറിയുക, അവരിൽ നിന്ന് മാറി താമസിക്കുക, അവരെ ഒഴിവാക്കുക എന്നത് തന്നെയാണ്. നിങ്ങളിത്തരം ശത്രുദോഷവും കണ്ണേറ്, പ്രാക്ക്, മറ്റ് നെഗറ്റീവ് ക്രിയകൾ, അതായത് അഭിചാരം പോലുള്ള കാര്യങ്ങൾ അനുഭവിക്കുന്നവർ ആണ് എങ്കിൽ ചൊവ്വ വെള്ളി ദിവസങ്ങളിലും വിശേഷാൽ ദിവസങ്ങളിൽ നടക്കുന്ന നമ്മുടെ ശക്തിയേറിയ പൂജാ വഴിപാടുകളിൽ പങ്കാളിയാവുന്നതിന് നിങ്ങളുടെ പേരും നാളും താഴെ കമൻറ്റായി രേഖപ്പെടുത്തുക. പേരും നാളും രേഖപ്പെടുത്തുന്നതിന് മുമ്പായി നിങ്ങളുടെ വിലയേറിയ ലൈക്കുകൾ ഈ ഒരു അധ്യായത്തിന് ചെയ്യുക. ഒപ്പം തന്നെ ക്ഷേത്ര ദർശനം നടത്താൻ സാധിക്കാത്ത പല ആളുകളും നമുക്കിടയിലുണ്ട്. അത്തരം ആളുകളിലേക്ക് ഈ ഒരു അധ്യായം ഷെയർ ചെയ്യുക. ഒരുപക്ഷെ നിങ്ങളുടെ സുഹൃത്തുക്കളിലും ബന്ധുമിത്രാദികളിലെല്ലാം ഇത്തരം ആളുകളുണ്ടാവും. അവരിലേക്ക് ഈ ഒരു അധ്യായം ഷെയർ ചെയ്യുന്നതിലൂടെ അവർക്ക് ചൊവ്വ വെള്ളി ദിവസങ്ങളിൽ നടക്കുന്ന നമ്മുടെ ശക്തിയേറിയ പൂജാ വഴിപാടുകളിൽ പങ്കാളിയാവാൻ സാധിക്കുന്നു. അവരുടെ ജീവിതത്തിൽ ബാധിച്ചിരിക്കുന്ന ഇത്തരം നെഗറ്റീവ് ക്രിയകളും നെഗറ്റീവ് ഊർജ്ജത്തെയും ഇല്ലാതാക്കി അവരുടെ ജീവിതത്തെ സുരക്ഷിതമാക്കുന്നു. അതുകൊണ്ട് തന്നെ ഈ ഒരു അധ്യായം ഷെയർ ചെയ്തുകൊണ്ട് കാണുക. പ്രിയപ്പെട്ടവരെ, ഇപ്പോൾ തീരുമാനം നിങ്ങളുടെ കൈകളിലാണ്. ബന്ധങ്ങളുടെ മറവിൽ നൽകപ്പെടുന്ന ആ വിഷം എന്നും കുടിച്ചുകൊണ്ട് ഇരിക്കണമോ, അതോ ആ വിഷത്തെ നിങ്ങളുടെ ശക്തിയായി മാറ്റണമോ? ശത്രു സ്വന്തം വീട്ടിൽ തന്നെ ആകുമ്പോൾ പോരാട്ടം കഠിനമാണ്. പക്ഷേ ബുദ്ധി കൊണ്ടും തന്ത്രം കൊണ്ടും നമുക്ക് വിജയിക്കാം. നിങ്ങൾ നിശബ്ദനായിരുന്നു കൊണ്ട് ഈ തന്ത്രങ്ങൾ ജീവിതത്തിൽ പകർത്തുക. ഒരു ദിവസം ആ ശത്രു സ്വന്തം കെണിയിൽ തന്നെ വീഴും. അന്ന് നിങ്ങളൊന്നും പറയേണ്ടി വരില്ല. നിങ്ങളുടെ ആ നിശബ്ദത തന്നെയാകും അവൻ്റെ ഏറ്റവും വലിയ പരാജയം. ജീവിതത്തിൽ നിങ്ങൾക്കൊപ്പം പ്രപഞ്ചശക്തിയുണ്ട്. നിങ്ങളുടെ കുലദേവതയുണ്ട്. നിങ്ങൾ വിശ്വസിക്കുന്ന ആ പ്രപഞ്ചശക്തിയുമുണ്ട്. അതുകൊണ്ട് വിജയം നിങ്ങൾക്കൊപ്പം തന്നെയായിരിക്കും. നിങ്ങൾ പ്രാർത്ഥനകളും വഴിപാടുകളും തുടരുക. ജീവിതത്തിൽ ശക്തിയും ഊർജ്ജവും നിങ്ങൾക്ക് ലഭിക്കുക തന്നെ ചെയ്യും. ഈ ഒരു അധ്യായം കേൾക്കുന്ന എല്ലാവരും ഓം നമഃശിവായ എന്ന് കമൻറ്റായി രേഖപ്പെടുത്തുക. നിങ്ങളുടെ ജീവിതത്തെ കാർന്നു തിന്നുന്ന എല്ലാ ദുഷ്ടശക്തികളെയും നീക്കി നിങ്ങളുടെ ജീവിതത്തിൽ സമാധാനവും സന്തോഷവും ഐശ്വര്യവും സമ്പത്തും ഉണ്ടാവട്ടെ എന്ന് നാം ഭഗവാനോട് പ്രാർത്ഥിക്കാം. നമ്മുടെ പ്രാർത്ഥനകളിൽ നിങ്ങളെ ഉൾപ്പെടുത്താം. ഇത്തരം വിശ്വാസ സംബന്ധമായ അറിവുകൾ നിങ്ങളിലേക്ക് എത്തുന്നതിന് ഈ ചാനൽ പിന്തുടരുക.